ലോഡ്ജ് മുറിയിൽ വെച്ച് ബലാത്സംഗം ചെയ്ത ശേഷം 20-കാരിയുടെ നഗ്നചിത്രം പകർത്തി ഭീഷണിപ്പെടുത്തിയ കേസിൽ 2 പേർ കുമളി പോലീസിന്റെ പിടിയിലായി. വണ്ടിപ്പെരിയാർ അരണക്കൽ സ്വദേശികളായ പ്രജിത്ത്, കാർത്തിഷ് കുമാർ എന്നിവരാണ് പിടിയിലായത്. ഇരുവരും സംഭവശേഷം അന്യ സംസ്ഥാനങ്ങളിൽ ഒളിവിലായിരുന്നു. ഫെബ്രുവരി മാസം 11-ാം തീയതിയാണ് കേസിന് ആസ്പദമായ സംഭവം. സംഭവത്തെപ്പറ്റി പോലീസ് പറയുന്നത് ഇങ്ങനെ: വണ്ടിപ്പെരിയാർ അരണക്കൽ സ്വദേശിയായ യുവതി കുമളിയിൽ പഠനം നടത്തി വരികയായിരുന്നു. യുവതിയുടെ അയൽവാസിയായ പ്രജിത്ത് വിദ്യാഭ്യാസ സ്ഥാപനത്തിലെത്തി യുവതിയുടെ അമ്മയ്ക്ക് സുഖമില്ല എന്ന് പറഞ്ഞ് യുവതിയെ ബൈക്കിൽ കയറ്റി വീട്ടിലേക്ക് കൊണ്ടുപോകാതെ റോസാപ്പൂക്കണ്ടത്തിലെ ലോഡ്ജിൽ എത്തിച്ചു. ഈ സമയം അരണക്കൽ സ്വദേശി കാർത്തിഷ് റൂമിലുണ്ടായിരുന്നു. തുടർന്ന് പെൺകുട്ടിയെ ശാരീരികമായി ഉപദ്രവിക്കുവാൻ ഇരുവരും ശ്രമിച്ചപ്പോൾ പെൺകുട്ടി എതിർത്തോടെ അടിച്ച് പരിക്കേൽപ്പിച്ചു. പ്രജിത്ത് പെൺകുട്ടിയെ ആദ്യം ശാരീരികമായി പീഡിപ്പിച്ചു. കൂട്ടാളിയായ കാർത്തിഷ് വീഡിയോ പകർത്തി. ഇതിനുശേഷം കൂട്ടാളിയെയും പെൺകുട്ടിയെ പീഡിപ്പിച്ചു. പെൺകുട്ടിയെ കുമളിയിൽ നിന്ന് അരണക്കലിലെ വീട്ടിലെത്തിച്ചു. സംഭവത്തെക്കുറിച്ച് ആരോടെങ്കിലും പറഞ്ഞാൽ കൊല്ലുമെന്ന് ഭീഷണിപ്പെടുത്തിയ ശേഷം എസ്റ്റേറ്റ് തൊഴിലാളികളായ പ്രതികൾ തിരികെ ജോലിയിലേക്ക് മടങ്ങി. വീഡിയോ പെൺകുട്ടിയുടെ വീട്ടുകാരടക്കം കാണിച്ച് പോലീസിൽ പരാതി നൽകരുതെന്ന് കാണിച്ച് ഭീഷണിപ്പെടുത്തി. എന്നാൽ കഴിഞ്ഞ ദിവസം പെൺകുട്ടിയും മാതാപിതാക്കളും കുമളി പോലീസിൽ പരാതി നൽകിയതോടെ പ്രതികൾ നാടുവിട്ടു. 2 പ്രതികളാണുള്ളത്. ഒന്നാം പ്രതിയെ ശിവഗംഗ മധുരയ്ക്ക് കഴിഞ്ഞുള്ള ശിവഗംഗ എന്ന് പിടിച്ചു. ശിവഗംഗയിൽ പിടിച്ചതിന് ശേഷം മധുരയിലാക്കി. മധുരയിൽ നിന്ന് വീണ്ടും അവർ മൈസൂർ കൊസൂർ പോയി അവിടുത്തെ ഒരു കാടിനുള്ളിൽ വിളിച്ചിട്ട് പ്രതിയെ അവർ പിടിച്ചുകൊണ്ട് വരികയായിരുന്നു. 1500-ഓളം കിലോമീറ്റർ ഒറ്റ ദിവസം കൊണ്ട് സഞ്ചരിച്ചാണ് ഈ പ്രതികളെ പിടിച്ചുകൊണ്ട് വന്നത്. ഒന്നാം പ്രതിയായ പ്രജിത്തിനെ ശിവഗംഗയിൽ നിന്നും 2-ാം പ്രതി കാർത്തിഷിനെ ഹുസൂരിൽ നിന്നുമാണ് പിടികൂടിയത്. ഇരുവരെയും കോടതിയിൽ ഹാജരാക്കി റിമാൻഡ് ചെയ്തു. കുമളി SHO സുജിത് PS നേതൃത്വത്തിലുള്ള അന്വേഷണ സംഘമാണ് പ്രതികളെ പിടികൂടിയത്. ഇടുക്കി വിഷൻ, കുമളി.